ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒത്തുകൂടിയ ദിവസമാണ്. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ ഒത്തുകൂടലുണ്ട്, എല്ലാ വർഷത്തിലൊരിക്കൽ. അങ്ങനെ ഇന്ന് ഞങ്ങൾ പോയത് കൊച്ചിയിലുള്ളൊരു കസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി അവിടെ പോകാമെന്നും പറഞ്ഞ് ഓരോരുത്തരായിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി തുടങ്ങി ഓരോ സ്റ്റോപ്പിൽ നിന്ന് ഓരോരുത്തരെ പിക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ആ കസിൻ്റെ വീട്ടിലെത്തി. ഫോർട്ട് കൊച്ചിയിലാണ് വീട്. അങ്ങനെ അവിടെ നിന്ന് സംസാരവും കാര്യങ്ങളും എല്ലാമായി സംസാരിക്കലൊക്കെ കഴിഞ്ഞ് ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ ഒരുപാട് നേരം സംസാരിക്കലും കഥ പറച്ചിലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഭക്ഷണം കഴിക്കാമെന്നുള്ള രീതിയിലേക്കായി. അതിനെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ചെമ്മീൻ ഫ്രൈ, കേര വറുത്തരച്ച കറി, പിന്നെ ഒത്തിരി ഒരുപാട് കറികളുണ്ടായിരുന്നു. എല്ലാം കൂട്ടി എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ പിന്നെയും കുറേ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും സംസാരമായിരുന്നു. നല്ല ഒരുപാട് കറികളും എല്ലാം കൂട്ടി നന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ എൻ്റെ അനിയത്തി വന്നപ്പോൾ പായസം കൊണ്ടുവന്ന് അതിലൊരു കസിൻ എടുത്തിട്ട് ആ പായസത്തിൻ്റെ ബോട്ടിലെടുത്ത് കമഴ്ത്തി കുടിക്കുന്നതാണ് കണ്ടത്. അതിനെല്ലാവരും പായസം കുടിക്കലും പിന്നെയും വീണ്ടും കഥകളൊക്കെ പറച്ചിലായി. അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി. അപ്പോൾ ന്യൂ ഇയറിൻ്റെ പരിപാടികളൊക്കെ നടക്കണ കാരണം അവിടെ പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി അത് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഫോർട്ട് കൊച്ചിയിലേക്ക്. ഇത് എൻ്റെ അനിയത്തിയാണ് എൻ്റെ കൂടെ നടക്കുന്നത്. പിന്നെ ഞങ്ങളിത് എല്ലാവരും ഇതിൽ നിന്ന് ഇപ്പോൾ എൻ്റെ അനിയത്തിയും ഒരു കസിനും കൂടി തിരിച്ചു പോകണം. അവർക്ക് അത്യാവശ്യമുള്ള കാരണം അത്രയും നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സമയമൊക്കെ ഞങ്ങൾ മാത്രം എല്ലാവരും കൂടി തിരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കാണാനുണ്ട് അവിടെ. ഞങ്ങൾ ഒരു 4 മണിയോടുകൂടിയാണ് ഇറങ്ങിയത്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. അത് കഴിഞ്ഞിട്ട് ബാസ്റ്റ്യൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോയത്. അവിടെ ഒത്തിരി കാണാനുണ്ടായിരുന്നു. സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറുകയാണ് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക്.
ഇത് ആ ബംഗ്ലാവിനോട് ചേർന്നുള്ള കിച്ചണാണ്. അവിടുത്തെ അടുക്കള പണ്ട് ഉപയോഗിച്ചിരുന്ന അടുക്കളയാണ്. അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളും കൈലുകളും എല്ലാമാണ് ഇവിടെ കാണാനുള്ളത്. ഈ അടപ്പിലാണ് അവർ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അടുക്കളവശത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ആ ബീച്ചാണ്. പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ബീച്ചാണ്, ഫോർട്ട് കൊച്ചി ബീച്ച്. നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാനായിട്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ തിരക്ക് കൂടിയായിരുന്നു. അവിടെ നിന്നും കഥ പറയലും ഫോട്ടോ എടുക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടെ. ആ ബംഗ്ലാവിൻ്റെ മുകളിലുള്ള ഭാഗമാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ ഈ വഴി താഴേക്ക് ഇറങ്ങിയിട്ട് നല്ല ഭംഗിയിൽ ഇവിടെ നിന്ന് ഓരോ കാഴ്ചകളും കണ്ടിട്ടാണ് താഴേക്ക് പോണത്. താഴേക്ക് ഇറങ്ങിയതാ ഇവിടെ എല്ലാം നല്ല ഭംഗിയുണ്ട്. തണലും എല്ലാവരും അവിടെ ഊഞ്ഞാലുണ്ടായത് കാരണം എല്ലാവരും മാറി മാറിയൊന്ന് ഊഞ്ഞാലേക്ക് ആടി. കുറേ കാലത്തിന് ശേഷം ഊഞ്ഞാലാടണതാണ് എല്ലാവരും. അങ്ങനെ അവിടെ നിന്ന് നടന്ന് ചുറ്റി കണ്ടപ്പോഴാണ് ഊഞ്ഞാല കണ്ടത്. അങ്ങനെ എല്ലാവരും ഊഞ്ഞാലാടാനായിട്ട് മാറി മാറിയിരുന്നു ഊഞ്ഞാലാടി. അതും ഒരു സന്തോഷമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഊഞ്ഞാലൊക്കെ ഒന്ന് ആടണത്.
പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി സ്ഥലമായിരുന്നു എല്ലാവർക്കും കൂടി. അങ്ങനെ അവിടെ ഇരുന്ന് പാട്ടും എല്ലാമായിട്ട് കുറേ നേരം അങ്ങനെ പോയി. ഇവിടെ അങ്ങനെ ഓരോ പരിപാടികളൊക്കെ നടത്തി പതുക്കെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓരോ കാഴ്ചകളൊക്കെ കണ്ട്. ഫോർട്ട് കൊച്ചിയിലേക്ക് ചെന്നാൽ ഇതുപോലുള്ള ഒത്തിരി നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. കുറേ നടന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ദാഹവും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കുടിക്കൽ, ചായ കുടിക്കുന്നവർ ചായ കുടിക്കൽ, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ നടന്ന് ബീച്ചിലേക്ക് പോയി. ആ ബാസ്റ്റ്യൻ ബംഗ്ലാവിൻ്റെ മുകളിൽ നിന്ന് നോക്കി അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. താഴേക്ക് വന്നപ്പോൾ ബീച്ചൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കണമായിരുന്നു. പിന്നെ ഒത്തിരി ആളുകൾ വന്നു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തിരക്കായി. ഞങ്ങൾ പതുക്കെ അങ്ങനെ നടന്ന് ഒരു സ്ഥലത്ത് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നോക്കിയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അസ്തമയം കാണാൻ വേണ്ടി അങ്ങനെ നിന്ന് അസ്തമയവും കണ്ട് അങ്ങനെ കുറേ നേരം ഇപ്പുറത്ത് വന്ന് കുറച്ച് കാഴ്ചകൾ അതും കണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടന്നു. പിന്നെ ഞങ്ങൾ ചെന്നത് ചീനവല ഉള്ള സ്ഥലത്താണ്. അവിടെ ചെന്ന് നിന്ന് കുറച്ച് നേരം അവിടെയും കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പതുക്കെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ നടന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇരുട്ടായി. അപ്പോഴേക്കും തിരക്കും കൂടി. പതുക്കെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി പുറത്തേക്ക്. ന്യൂ ഇയർ സംബന്ധിച്ചിട്ടുള്ള ആഘോഷങ്ങളും പരിപാടികളൊക്കെ അവിടെ തുടങ്ങാൻ നിൽക്കണേണ്. അതിന് മുമ്പ് തിരക്ക് കൂടുന്നേക്കുമ്പോൾ എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.